കേരളത്തിൽ പടക്കപ്പുരകൾക്ക് അപകടം സംഭവിക്കുന്നത് തുടരെ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് പടക്കപ്പുരകൾ കേന്ദ്രീകരിച്ചുള്ള സ്ഫോടനങ്ങൾ വർദ്ധിക്കുമ്പോഴും സർക്കാർ നടപടികളിൽ പരാതികൾ ഏറുന്നുണ്ട്. ഓരോ സ്ഥാപനങ്ങൾ നടത്തുമ്പോഴും നിരവധി പേരുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത്. മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുകയും നൂറുകണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുമ്പോൾ നടപടി സ്വീകരിക്കേണ്ട അധികൃതർ അന്വേഷണങ്ങളും തുടർ നടപടികളും കടലാസുകളിൽ ഒതുക്കുന്നതാണ് വീണ്ടും അപകടം വർദ്ധിക്കാൻ കാരണം. എക്സ്പ്ലോസീവ് ലൈസൻസ് നൽകുന്നതിലെ അപാകതകളാണ് വ്യാജന്മാർ ഈ മേഖല കൈയടക്കുന്നതിന് പ്രധാന കാരണം. കഴിഞ്ഞ 10 വർഷത്തിനിടെ സംസ്ഥാനത്ത് നടന്ന പടക്ക നിർമ്മാണശാലകൾ കേന്ദ്രീകരിച്ചുള്ള സ്ഫോടനങ്ങൾ നിരവധിയാണ്. മരണങ്ങൾ നടക്കുമ്പോൾ വേഗത്തിൽ അന്വേഷണം എന്ന പ്രഹസനങ്ങൾ നടക്കും. നടപടികൾക്ക് ശുപാർശകൾ ഉണ്ടാകുമെങ്കിലും അതേ സ്ഥലത്ത് തന്നെ വീണ്ടും പടക്ക നിർമ്മാണശാലകൾ വീണ്ടും സജീവമായി പ്രവർത്തിച്ചു തുടങ്ങും. പലയിടത്തും ജീവനക്കാർക്ക് നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പോലും കാറ്റിൽ പറത്തിയാണ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്ത് അവസാനമായി കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തുറയിൽ നടന്ന സ്ഫോടനത്തിൽ 2 പേർ മരിക്കുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്ക് പറ്റുകയും ചെയ്തിരുന്നു. സ്ഫോടനത്തിൽ സമീപ പ്രദേശങ്ങളിലെ വീടുകൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. സ്ഫോടനത്തിന്റെ കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഉദ്യോഗസ്ഥർ. എന്നാൽ ഇതൊക്കെ സ്ഫോടനം നടക്കുന്ന സമയത്തുള്ള ഉദ്യോഗസ്ഥരുടെ പ്രഹസനം മാത്രമാണ്. അതിന്റെ കെട്ടടങ്ങുമ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ മുന്നോട്ടു പോകും.